നമസ്കാരം. സെൽഫിയിലേക്ക് സ്വാഗതം. സെൽഫിയുടെ വിഷുക്കാല കാഴ്ചകളിലേക്ക്. ഇത് വിഷുക്കാലം, ഒപ്പം അവധിക്കാലവും. കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനവും കളിതമാശകളും നിറയുന്ന കാലം. ഐശ്വര്യത്തിൻ്റെ കാർഷിക സമൃദ്ധി കലകളിലേക്കും നീളുകയാണ്. അതുകൊണ്ട് തന്നെ സെൽഫി ഇന്ന് ആദ്യം പോകുന്നത് ഇരിങ്ങാലക്കുട കൊരമ്പ് ഗുരുകുലത്തിലേക്ക്. അവിടെ വിക്രമൻ നമ്പൂതിരിക്ക് ശിക്ഷപ്പെടാൻ, അങ്ങനെ നല്ലൊരു മൃദംഗം കലാകാരനാകാൻ. മൃദംഗവാദനത്തിന്റെ പുണ്യതാളങ്ങൾ പിതാവിൽ നിന്ന് സ്വീകരിച്ച് തലമുറകളിലേക്ക് പകരുകയാണ് ഇവിടെ വിക്രമൻ നമ്പൂതിരി. വിഷുക്കാലവും അവധിക്കാലവുമെല്ലാം ഒന്നിച്ചെത്തുമ്പോൾ ഗുരുകുലത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ ഒഴുക്ക്. വിഷു ഒരു വിശേഷ ദിവസം തന്നെയാണല്ലോ മലയാളികളുടെ. അപ്പം അതൊരു വിശേഷ ദിവസമാണ്. പിന്നെ വിഷു ഇപ്പോൾ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഒരു പ്രത്യേകതയും കൂടിയും ഈ വെക്കേഷൻ ആരംഭിച്ച് വരുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം കൂടുതലായിട്ട് സ്വതവേ വിദ്യാരംഭ സമയത്താണ് കൂടുതലായിട്ട് ഇത് പഠിച്ചു തുടങ്ങാറ്. വിദ്യ ആരംഭിച്ച് തുടങ്ങുന്നത് നവരാത്രി സമയങ്ങളിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ കാലങ്ങളായിട്ട് കൂടുതലും വെക്കേഷൻ സമയത്താണ് രക്ഷിതാക്കളും കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടു തുടങ്ങാറ് പുതിയതായിട്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആരംഭിച്ച ഉടനെ തന്നെ ഇങ്ങനെ ഒരു വിശേഷ ദിവസവും കൂടിയും അടുപ്പിച്ച് വരുമ്പോൾ അന്നേ ദിവസം ഇങ്ങനെ ഇത് തുടങ്ങുമ്പോൾ അതൊരു നല്ലൊരു ഈശ്വര ഇതും കൂടിയും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ്. കർണാട്ടിക് മ്യൂസിക്കിലെ വാദ്യോപകരണങ്ങളിൽ പക്വാദ്യത്തിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചർമ്മവാദ്യമായിട്ടുള്ള മൃദംഗം. അത് സ്വയം നമ്മൾ ഈ ക്ലാസിക്കൽ പ്രോഗ്രാംസ് ആണെങ്കിലും വരുമ്പോഴും ഡാൻസ് പ്രോഗ്രാംസ് വരുമ്പോഴും അവരുടെ പാട്ടിനനുസരിച്ച് അതിൻ്റെ റിഥം അനുസരിച്ചാണ് കൂടുതലായിട്ടും. ഇപ്പോൾ സംഗീത കച്ചേരി ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് റിഥം അനുസരിച്ചാണ് ഇത് നമ്മൾ മൃദംഗം വായിക്കാറ്. സ്വയം റിംഗ് ഇൻസ്ട്രുമെൻ്റ് വരുമ്പോൾ മറ്റേ പാട്ടിനെ ഫോളോ ചെയ്യുകയാണ് പതിവ്. പാട്ട് അതേമാതിരി അതിൻ്റെ ഇത്. പക്ഷേ ഡ്രം ഇൻസ്ട്രുമെൻ്റ് മൃദംഗം ഉള്ള വാദ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള ബീറ്റ്സാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. പാട്ടൊരിക്കലും നേരെ വായിക്കലല്ല മൃദംഗം ചെയ്യുന്നത്. പാട്ടിന് ഇതിനുള്ള ഇതിനുള്ള താളത്തിനുള്ള ബീറ്റ്സ് അനുസരിച്ചാണ് മൃദംഗം വായിക്കുന്നത്. ആയിരക്കണക്കിന് താളപ്രേമികളിലേക്ക് ശുദ്ധസംഗീതം പകർന്ന കൊരമ്പ് ഗുരുകുലം മൃദംഗനാദത്തിൽ മാത്രം ലക്ഷ്യമിട്ടിട്ട് കാലങ്ങളേറെയായി. പ്രായഭേദമന്യേ താളപ്രേമികൾക്കെല്ലാം വിക്രമൻ നമ്പൂതിരിയുടെ അടുത്തേക്കെത്താം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പഠിതാക്കളുടെ മൃദംഗ പാഠശാല എന്നുതന്നെയാണ് കൊരമ്പ് ഗുരുകുലത്തിന്റെ വിശേഷണം. കൊരമ്പ് മൃദംഗ കളരി ആദ്യമായി ആരംഭിച്ചത് അച്ഛനാണ്. അച്ഛൻ ഒരു 35 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അച്ഛൻ ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു കുട്ടികളെ വെച്ച് ഒരു മൃദംഗ പ്രോഗ്രാം അവതരിപ്പിച്ചു. ആദ്യം അച്ഛൻ്റെ അമ്പലത്തിൽ ഈ കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അച്ഛനായിട്ട് പുതിയതായി ഉണ്ടാക്കിയ ഒരു പാഠം വായിച്ചു കേൾപ്പിച്ചു. സ്വാമികൾക്ക് അത് ഇഷ്ടമാവുകയും അത് അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ ആ പാഠം വെച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. അത് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിനാണ് ആദ്യമായിട്ട് വായിച്ചത്. 14 കുട്ടികളെ വെച്ച് അത് വളരെയധികം ജനങ്ങൾക്കും ഇഷ്ടമാവുകയും, കാരണം അത്രയും നേരം വലിയ സംഗീത വിദ്വാൻമാർ മാത്രം കച്ചേരി നടത്തിക്കൊണ്ടിരുന്ന ആ ഇതിൽ സ്റ്റേജിൽ കൊച്ചു കുട്ടികൾ മൃദംഗം മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത് എല്ലാവർക്കും വളരെ ഒരു ആകർഷണമായി. തുടർന്ന് അച്ഛൻ ആ പ്രോഗ്രാം പല ദിക്കിൽ നടത്തുകയും
ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ട് കൂടുതലായിട്ടും ആകൃഷ്ടരായിട്ട് രക്ഷിതാക്കൾ കുട്ടികളെ മൃദംഗത്തിന് പഠിക്കാൻ അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഗുരുകുലത്തിൻ്റെ ആരംഭം തന്നെ. ഇതിൻ്റെ ഒരു പ്രധാന നേട്ടവും അല്ലെങ്കിൽ പ്രധാന ഇതും എന്ന് പറയാവുന്നത് ശരിക്കും മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ മൃദംഗം മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് മദ്രാസിൽ വരെ ഇങ്ങനെ മദ്രാസിലെ മൃദംഗ വിദ്വാന്മാരുടെ കീഴിൽ ധാരാളം പഠിക്കുന്നുണ്ടെങ്കിലും ഒരു മൃദംഗം പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു കലാലയം എവിടെയും ഇല്ല. കാരണം മൃദംഗവും ഇൻസ്ട്രുമെൻറ്റുകൾ എന്തും സ്വതവേ താല്പര്യപ്രകാരം മാത്രം പോകാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതൊക്കെ വളരെ റയർ കേസിൽ 100 പേര് പാട്ടിനും ഡാൻസിനൊക്കെ പോകുമ്പോൾ ഒരു 2-3 പേരൊക്കെ പോകാറുള്ളൂ. പക്ഷേ കൂടുതലായിട്ടും അത് ഇവിടെ ഇങ്ങനെ അച്ഛൻ തുടങ്ങിയോടുകൂടി കൂടുതലായിട്ടും രക്ഷിതാക്കൾ മൃദംഗത്തിന് വിട്ടു തുടങ്ങി. അങ്ങനെയാണ് ഈ കളരിയുടെ ആരംഭവും കളരിയുടെ വളർച്ചയും. അപ്പോൾ അന്ന് പോലെ ഈ അച്ഛനുള്ള കാലം പോലെ തന്നെ 19 കുട്ടികൾ മിനിമം പഠിപ്പിക്കണ ഇതുണ്ട്. അവിടുന്ന് മുതൽ തുടർന്ന് മുതൽ ഞാൻ വന്ന് ഇത് തന്നെ ഇങ്ങനെ ആരംഭിച്ചു. അപ്പോൾ അത് നമുക്കുള്ള പ്രധാന ഇതെന്താ വെച്ചാൽ സ്വതവേ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയും ഇല്ലാത്തത് ഇവിടെ പാട്ടിനും ഡാൻസിനും പോണ മാതിരി പിള്ളേരുകൾ ഇവിടെയും ആൺകുട്ടികളും പെൺകുട്ടികളും മൃദംഗം പഠിക്കാൻ വരുന്നു എന്നുള്ളതാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് 15 വർഷമായി. അതിനുശേഷം കുറയാണ്ട് 80-ൽ കുറയാണ്ട് എല്ലാ തവണയും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 200ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സംഗീതത്തിന്റെ താളവിസ്മയങ്ങളിൽ കാലങ്ങളായി പുതിയ തലങ്ങൾ തീർക്കുകയാണ് ഈ പാഠശാലയും വിക്രമൻ നമ്പൂതിരിയും. അതിങ്ങനെ വിരലുകളിൽ നിന്ന് വിരലുകളിലേക്ക് പകരുന്നതിന് കാതോർക്കുകയാണ് സംഗീതപ്രേമികൾ. വാഴനാരിൽ നിന്ന് സാരി, വാഴനാരിൽ നിന്ന് സാരിയോ? ഇതൊക്കെ കേട്ട് നെറ്റിച്ച് വിളിക്കാൻ വരട്ടെ. വാഴനാരിൽ നിന്ന് നല്ല ഒന്നാം തരം സാരി ഉണ്ടാക്കാം. ചെന്നൈയിൽ നിന്നുള്ള ആ കാഴ്ച സെൽഫിയിൽ ഇനി. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്ന പഴയ സിനിമാ ഡയലോഗ് പോലെ സെൽഫിക്ക് എന്താ വാഴത്തോപ്പിൽ കാര്യമെന്ന് ആലോചിക്കാൻ വരട്ടെ. വാഴത്തോപ്പിലും സെൽഫിക്ക് ചില്ലറ കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, വാഴനാരിൽ നിന്ന് സാരി ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഇവിടെ ഈ വാഴത്തോപ്പിൽ. നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ഈ വാഴനാരിൽ നിന്ന് സാരി ഉണ്ടാക്കുന്ന ചേച്ചിയാണെന്ന് കേട്ടോ, അതറിഞ്ഞു വന്നതാണ്. എങ്ങനെയാണ് ചേച്ചി വാഴനാരിൽ നിന്ന് സാരി ഡിമാൻഡ് ഉള്ളതാണോ? എങ്ങനെയാണ് ആവശ്യത്തിന് ഓർഡർ കിട്ടുന്നുണ്ട്? എങ്ങനെയാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് വന്നത് ചേച്ചി? ഇത് നമ്മൾ ഉലകത്തിலேயே ആദ്യമായിട്ട് ഇവിടെ തന്നെ ഈ ചെയ്യുന്നത്. ഇത് ഈ വാഴ മരത്തിൽ നിന്ന് ഈ പോള എടുത്ത് ഇങ്ങനെ ചെത്തി ഈ വേസ്റ്റിനെ കളഞ്ഞിട്ട് ഇതിൽ വരും നൂല്. ഈ നൂലിനെ എടുത്ത് നമ്മൾ ബൈൻഡിങ് ചെയ്ത് ആദ്യത്തിന് നൂലിനെ സാരിക്ക് എടുക്കും, രണ്ടാമത്തേനെ എടുത്ത് മാറ്റും, അതിൻ്റെ ഇതൊക്കെയും ചെയ്യും. ഒരു സാധനം കൂടി ഇതിൽ നമ്മൾ വേസ്റ്റ് ഒന്നും ചെയ്യൂല. എങ്ങനെയാണിത് ആളുകളൊക്കെ ഇതിനെ ഇങ്ങനെയുള്ള സാരികളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നന്നായിട്ട് ഓർഡർ കിട്ടുന്നുണ്ടോ? ഇത് നമ്മളെ ദേഹത്തിലേക്ക് കെട്ടാനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മളെ ദേഹത്തിലേക്ക് എന്ത് ഒരു വ്യാധികളും വരില്ല. അതുകൊണ്ട് ഇത് എല്ലാ മക്കളും വിരുമ്പി വാങ്ങിക്കുന്ന ഒരു സാരിയാണ്. അത് മട്ടുമില്ലാതെ നമ്മൾ 25 വകയായ ഈ ഫൈബർ കൊണ്ട് ചെയ്യുന്നു. വാളനാരി, കറ്റാളനാരി, പിന്നെ പൈനാപ്പിള്, അങ്ങനെ പല വകയായിട്ടുള്ള ഫൈബറിൽ നമ്മൾ ഈ സാരികൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും കല്യാണത്തിനൊക്കെ ഈ സാരി എടുത്തുകൊണ്ടാണ് പോകുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. പട്ട് സാരി ഇതിനെ തോറ്റ്, ഇതിൻ്റെ പേര് സൈബപ്പട്ട് തന്നെ. അങ്ങനെ അതുപോലെ തന്നെ സിൽക്ക് മാതിരി തന്നെ ഇരിക്കും. എങ്ങനെയാണിത് പിന്നെ കുട്ടികളായാലും ബാക്കിയുള്ളവരായാലും നല്ല വലിയൊരു ട്രെൻഡ് ആയി കഴിഞ്ഞു. കുട്ടികൾക്ക് ചുരിദാർ മെറ്റീരിയലുണ്ട്, കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ കെട്ടുന്ന ഒരു ഇതാണ്. പിന്നെ കൂടുതലും ഈ VIP തന്നെ വിരുമ്പി വാങ്ങിക്കുന്നത് എന്തോന്ന് വെച്ചാൽ ഈ വേർക്ക് ഒന്നും ചെയ്യൂല, വെയിൽ കാലത്തിലേക്കൊക്കെ നല്ല ഒരു സാരി ആയതുകൊണ്ട് കൂടുതലും വാങ്ങിക്കുന്നവർ അങ്ങനെയുള്ളവർ തന്നെ. എങ്ങനെയാണ് കുടിൽ വ്യവസായമായിട്ടാണല്ലോ ഇപ്പോൾ നടത്തുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വരുമാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വരുമാനമാണെങ്കിൽ ഇവിടെ മകളിർ കുളുവിൽ വേല ഒന്നും ഇല്ലാത്ത പെണ്ണുങ്ങൾ കൂടുതലും ഈ നാരെടുത്ത് ഇത് ചെയ്യുന്നതാണ്. ഇതാണെങ്കിൽ കൂടുതൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പണിക്കാരനാണെങ്കിൽ മകളിർ കുളുവിലുള്ളവർ പെണ്ണുങ്ങൾ അത്രയും നമ്മൾ കൂടിയിരുന്ന് ഇത് ചെയ്യുകയാണ്. നമുക്ക് ഒരു ദിവസം 100-150 രൂപ വരുമാനം കിട്ടും. നല്ല കൂടുതൽ ചെയ്താൽ 300 രൂപയും വരുമാനം കിട്ടും.
സാരിയൊക്കെ ചെയ്യുന്നതിന് ഒരു ആഴ്ചയിൽ 4 സാരി ചെയ്യും. അവർ ചെയ്താൽ വന്ന് ഒരു സാരിക്ക് ഏറ്റ കൂലി. ചിലവർ നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ 500 രൂപയും കിട്ടും കൂലി. അങ്ങനെ നല്ല ഒരു ബെനിഫിറ്റുള്ള ഒരു തൊഴിലാണ്. എങ്ങനെയാണ് ഇതിന്ന് എങ്ങനെയാണ് ഇപ്പൊ നാരായി മാറുന്നത്? ഇപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ അറുത്ത് നമ്മൾ വാളമരത്തിൽ നിന്ന് എടുക്കും. പോളയെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇതിനെ അറുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെത്തുമ്പോൾ ഇതിൽ വന്ന് നൂല് വരും. ഈ നൂലിനെ തന്നെ നമ്മൾ സാരി ചെയ്യാൻ എടുക്കും. കളർ വേണമെങ്കിൽ ഏറ്റ പോലെ ആദ്യം വെള്ളയാ കിട്ടും. നമ്മൾ എന്തൊരു കളർ വേണോ ആ കളർ നമ്മൾ ഡൈ ചെയ്ത് എടുത്തുകൊള്ളാം. ഇത് ഇങ്ങനെ എടുക്കും. ഇതിൽ തന്നെ നാര് കിട്ടുന്നത്. ഈ നാരിനെ തന്നെ നമ്മൾ ഉണങ്ങാൻ വയ്ക്കും. നെയ്ത്തിനുപയോഗിക്കാനാകാത്ത നാരുകളും ഇവർ പാഴാക്കി കളയാറില്ല. ഒഴിവാക്കുന്ന നാരുകൾ ഉപയോഗിച്ച് കരകൗശല അലങ്കാര വസ്തുക്കളുണ്ടാക്കും. ഇതിൽ നിന്നും ഇവർക്ക് നല്ല വരുമാനം ലഭിക്കുന്നു. ഇനി സാരിയിലേക്ക് കണ്ണോടിക്കാം. കളർ ചെയ്ത നാര് നൂല് പോലെ കെട്ടിവെക്കും. പരമ്പരാഗത കൈത്തറിയിലാണ് നെയ്ത്ത്, അതും സ്ത്രീകൾ തന്നെ. ദിവസം 4 സാരി വരെ ഉണ്ടാക്കും. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ. ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു സാരി ഉണ്ടാക്കാം. കൂടുതൽ ഡിസൈനുകളെല്ലാം വേണമെങ്കിൽ 1-ലധികം ദിവസം വേണ്ടിവരും. പ്രത്യേക ഡിസൈനുകൾക്കായി ഓർഡർ ചെയ്യുന്നവരുമുണ്ട്. വാഴനാരിലുണ്ടാക്കിയ ചേലയുടുത്താണ് ഈ ഗ്രാമത്തിലെ സുന്ദരികളെല്ലാം കല്യാണത്തിനും മറ്റും അണിഞ്ഞൊരുങ്ങി പോകുന്നത്. സംഭവം കുടിൽ വ്യവസായമാണെങ്കിലും നല്ല വരുമാനമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സംരംഭമായതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറെയാണ്. വിദേശ രാജ്യങ്ങളായ ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് പോലും ഇവർക്ക് ഓർഡർ വന്നു കഴിഞ്ഞു. இன்னைக்கு ஜப்பானில் ஒரு ஆர்டர் வந்திருக்கு. ஒரு கண்டெய்னர் மாதம் மந்த்லி ஒன் கண்டெய்னர் கேட்குறாங்க. பட் இம்பாசிபிள், முடியாது. ஏன்னா டெக்னாலஜி கிடையாது இந்தியாவில். அப்படியாப்பட்ட சைனா கவர்மெண்ட்டு அங்கே மினிஸ்ட்ரி ஆஃப் அக்ரிகல்ச்சர் டிபார்ட்மெண்ட்டு லீடிங் சயின்டிஸ்ட்டுங்கெல்லாம் வந்திருந்தாங்க. நான் பண்ணுற டெக்னாலஜியும் அவங்க கேட்டிருந்தாங்க. பட் நான் கொடுக்க மாட்டேன் சொல்லியிருந்தேன். உங்கள்கிட்ட சைனாவில் இருக்கின்ற டெக்னாலஜியும் நம்முடைய டெக்னாலஜி இன்வால்வ் பண்ணிவிட்டு யான் எடுக்கலாம் அப்படின்னு சொல்லி இது பண்ணும்போது சைனா கவர்மெண்ட்டு ஓகே சொல்லியிருந்தாங்க. என்ன வர சொல்லியிருந்தாங்க, சைனாவுக்கு வர சொல்லியிருந்தாங்க. பட் கவர்மெண்ட்டு സപ്പോർട്ട് ഇല്ലാത്തതിനാൽ അത് அப்படியே ബെൻഡിങ്ങിൽ ഇരിക്കും. പ്രായഭേദമന്യേ ചെന്നൈയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി കഴിഞ്ഞു വാഴനാരിലുണ്ടാക്കിയ സാരി. കോട്ടൺ തുണികളേക്കാൾ തണുപ്പ് നൽകുന്നതിനാൽ വേനൽക്കാലത്ത് ആവശ്യക്കാർ കൂടുതലാണ്. 1300 രൂപ മുതൽ 9000 രൂപ വരെയാണ് സാരിയുടെ വില. ചെന്നൈയിലെ പല കടകളിലും ഇപ്പോൾ ഈ വാഴസാരി ലഭ്യമാണ്. ന്യൂ ജനറേഷൻ കുട്ടികളാണ് ആവശ്യക്കാരിലേറെയെന്നും കടയുടമകൾ പറയുന്നു. காலேஜ் ஸ்டூடெண்ட்ஸ், காலேஜ் டீச்சர்ஸ், ஆஃபீஸ் கோவர், அந்த யங்கர் ஜென்ரேஷனும் புடவை கட்டுவாங்க. எல்லாரும் வாங்கிட்டு போகிறாங்க. ஏன்னா அவங்களுக்கு இது பிடிச்சிருக்கு. ஈஸி டு மெயின்டைன், ஈஸி டு வேர், வாஷ் அண்ட் வேர், நோ ஸ்டார்ச்சிங் நீடட். நல்லா போகிறது இந்த புடவையெல்லாம் எங்களுக்கு. വസ്ത്രങ്ങളിൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആർക്കും വാഴനാരിലുണ്ടാക്കിയ വസ്ത്രങ്ങൾ പുത്തൻ അനുഭവമായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഴനാര് വസ്ത്രങ്ങൾ ചെന്നൈയിലെ പുതിയ ട്രെൻഡായതും. പബ്ബും ഡാൻസ് ബാറും ഒക്കെയുള്ള IT നഗരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മനസ്സലിയിക്കുന്ന ഒരു വിശേഷം ഇനി. ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ക്യാൻസർ രോഗികൾക്ക് സഹായം നൽകുന്ന ഒരു യുവ കൂട്ടായ്മയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യൂടേൺ എന്ന പേരിൽ ഒത്തൊരുമിച്ച ഇവർ തെരുവോരങ്ങളിൽ ടീഷർട്ടുകളും ബനിയനുകളും ഒക്കെ വിറ്റാണ് ക്യാൻസർ രോഗികളെ സഹായിക്കാനുള്ള പണം കണ്ടെത്തുന്നത്. ബംഗളൂരു പോലൊരു മഹാനഗരത്തിൽ നേരം പോക്കിനും വിനോദത്തിനും ഒട്ടേറെ ഉപാധികൾ കൺമുന്നിലുണ്ടായിട്ടും വ്യത്യസ്തമായ പാതയിലൂടെ ജീവിതം സാർത്ഥകമാക്കുകയാണ് ഒരു കൂട്ടം മലയാളി യുവാക്കൾ. നല്ല ചികിത്സ കിട്ടാതെ ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ ആവുന്ന സഹായം എത്തിക്കാനുള്ള തീവ്രയത്നത്തിലാണിവർ. യൂടേൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംരംഭം മാറ്റം ആഗ്രഹിക്കുന്നവരുടെ മാറാൻ ആഹ്വാനം ചെയ്യുന്ന കൂട്ടായ്മയായി വളരുകയാണ്.
ക്യാൻസർ ബാധിച്ച നിർധനരായ രോഗികളെ എല്ലാ തരത്തിലും സഹായിക്കുകയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന പ്രഥമ ദൗത്യം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വിപത്തായ ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ള രോഗത്തിന് എന്തെങ്കിലും ഒരു ശമനം ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സമൂഹത്തിലോട്ട് നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യു-ടേൺ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല. ആ വ്യക്തി, ആ കുടുംബം, ആ സമൂഹത്തെ ബാധിക്കുന്ന രോഗമാണ്. ഏകദേശം ഒരു ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് ആ പേഷ്യൻറ്റിനെ ബാധിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് കാലാകാലം നിലനിൽക്കുന്നതാണ്. കാര്യം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ക്യാൻസർ രോഗം മൂലമുണ്ടാകുന്ന വിഷമങ്ങൾ, അതുമൂലമുണ്ടാകുന്ന സാമൂഹ്യ വിപത്തുകൾ, അതിന് യു-ടേണിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കരുതുന്നത്. പതിവ് പിരിവ് കൂപ്പണുമായി ആളുകളെ സമീപിക്കുന്നതിനു പകരം ഇവർ കുറച്ച് ടീഷർട്ടുകളുമായി തെരുവിലെത്തും. ഇവരുടെ കയ്യിൽ നിന്നും 350 രൂപ നൽകി ഒരു ടീഷർട്ട് വാങ്ങുന്നവർക്ക് നല്ല നിലവാരമുള്ള ടീഷർട്ട് കിട്ടും എന്നതിലുപരി വലിയൊരു കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായി മാറാനുള്ള അവസരം കൂടി കിട്ടുകയാണ്. ടീഷർട്ട് വിറ്റ് കിട്ടുന്ന ലാഭം മുഴുവൻ നിർധനരായ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ചിലവഴിക്കുകയാണ് ഇവരുടെ പദ്ധതി. ബംഗളൂരുവിലെ കബൻ പാർക്കിൽ പ്രഭാത സവാരിക്കെത്തുന്നവരെ നേരിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഞങ്ങൾ ടീഷർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു-ടേണിൻ്റെ പേരിൽ. ഓരോ ടീഷർട്ടും 350 രൂപയാണ് വരുന്നത്. ഞങ്ങൾ കോളേജസ്, കോർപ്പറേറ്റ്സ്, അതേമാതിരി ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഞങ്ങൾ ബൾക്ക് ഓർഡേഴ്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് യൂത്താണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾക്ക് യൂത്തിലൂടെയാണ് ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ പറഞ്ഞൊരു സിറ്റിയിൽ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഓൾ ഓവർ ഇന്ത്യ. അതിന് പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിച്ചാൽ ഞങ്ങൾ ഈ 5-6 പേര് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കുറച്ചും കൂടി യൂത്തിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് ബാക്കിയുള്ള ജനം കൂടി കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഞങ്ങളൊപ്പം കൂടുന്നതിലൂടെ ഞങ്ങൾക്ക് കുറേ ക്യാൻസർ പേഷ്യൻസിനെ, കുറേ പിഞ്ചു കുഞ്ഞുങ്ങളെ, അവർക്ക് അസുഖങ്ങൾ ബാധിച്ചവരിയ്ക്കുന്നുണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് എല്ലാവർക്കും ഒരു കാര്യമാണ്. വീണ്ടും എത്രയോ പേര് ദിവസം ക്യാൻസർ ബാധിച്ച് മരിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയോ പേർക്ക് ഫിനാൻഷ്യൽ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരു വീട്ടിലൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ, ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ വീടിൻ്റെ സകല ഇൻകവും ആ ഒറ്റ ക്യാൻസർ പേഷ്യൻറ്റിന് ചിലവാക്കേണ്ടി വരുന്നു. അതിലൂടെ ആ വീട്ടിലുണ്ടാകുന്ന സകല ഹാപ്പിനെസ്സും അവർക്ക് നഷ്ടമാവുക ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ ബേസിലൂടെ ഞങ്ങൾ ടീഷർട്ട്സ് അല്ലേ, ഞങ്ങൾ ഒരാളുടെ നിന്നും ഡയറക്റ്റായിട്ട് ഞങ്ങൾ കാശ് വാങ്ങുന്നില്ല. ഞങ്ങൾ വെറും ടീഷർട്ട്സ്, ഒരു ടീഷർട്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ടീഷർട്ട് മേടിച്ചാൽ ഞങ്ങൾക്ക് അത്രയും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോ ക്യാൻസർ പേഷ്യൻറ്റും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള ഈ 6-അംഗ സംഘത്തിന്റെ ഉദ്യമത്തിന് ഭാഷ, ജാതി, മത വ്യത്യാസമില്ലാതെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഐസിട്ട് തണുപ്പിച്ച ഒരു പെഗ് മധ്യ ഗ്ലാസിൽ നുരഞ്ഞു പൊങ്ങി അവസാനിക്കേണ്ടതാണ് ജീവിതമെന്ന് റോക്ക് സിറ്റിയിൽ തീക്ഷ്ണ യൗവനത്തെ ആഘോഷിക്കുന്ന എല്ലാവരെയും പോലെ ഇവർക്കും ചിന്തിക്കാമായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ പുതുവത്സരം പിറക്കും വരെ ഇവരും അങ്ങനെ തന്നെയായിരുന്നു. ജീവിതത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെ കാണാനുള്ള ശക്തമായ പുതുവത്സര തീരുമാനം നടപ്പിലാക്കുകയാണ് ഇനി കൂട്ടുകാർ. സ്വന്തം സന്തോഷം മാത്രം ലാക്കാക്കിയുള്ള ജീവിതം വിരസവും നിരർത്ഥകവുമാണ് എന്ന ചിന്തയാണ് ക്യാൻസർ എന്ന മഹാവ്യാധി പിടിപെട്ട് ജീവിതത്തിന്റെ മുഴുവൻ സന്തോഷവും കെട്ടുപോയവർക്കായി ജീവിക്കാനുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഹെറിഡിറ്ററി ആയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ് കൊണ്ടുണ്ടാവാം, ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവാം, എൻവയൺമെൻറ്റ് കൊണ്ടുണ്ടാവാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ക്യാൻസർ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ്. കാര്യം അവരുടെ ഫാസ്റ്റ് ലൈഫ്, ഫാസ്റ്റ് ഫുഡ്, പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ്, ടൊബാക്കോ, ഇങ്ങനെയുള്ള അവരുടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫിലോട്ട് പോകുന്നത് കൊണ്ടാണ് അവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നുള്ള ഒരു അവയർനെസ്, അതെങ്ങനെ റിക്കവർ ചെയ്യാം, പിന്നെ അത് ഉണ്ടാവാതിരിക്കാനുള്ള നമുക്ക് എന്തൊക്കെ മുൻകരുതലെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ക്യാൻസറിനെ പറ്റി ആൾക്കാരിലോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു മാതൃകയാണ്. അടിച്ചുപൊളി എന്ന ഹരം കൊള്ളിക്കുന്ന വാക്കിന് ഒരു കൂട്ടം യുവാക്കൾ നൽകുന്ന പുതിയ നിർവചനമാണ് യു-ടേൺ. നഴ്സിംഗ് ജീവനക്കാരായ നൌഫലും ടിനു ജോസഫും ഇവരുടെ അധ്യാപകനായ പ്രവീണും സുഹൃത്തുക്കളായ മോഡലിംഗ് താരം സുജയും പ്രഭാതും അല്ലമീനും ചേർന്നെടുത്ത ഒരു പുതുവത്സര ദൗത്യം ഒട്ടേറെ പേർക്ക് പുതുജീവൻ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആഴ്ചത്തെ സെൽഫി ഇവിടെ പൂർണ്ണമാകുന്നു. കലകളും ജീവിതവും സ്റ്റൈലുമൊക്കെയായി വീണ്ടും എത്തും സെൽഫി.
ചെയ്യുന്നത്.